ധോണിക്ക് ഇന്ത്യൻ ടീമിനോട് പ്രത്യേക ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന രാജ്യത്തോട്. വേൾഡ് കപ്പ് നേടുമ്പോൾ രോഹിത് ശർമ്മയേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ധോണിയായിരിക്കും. കാരണം ഇന്ത്യക്ക് അവസാനമായിട്ട് വേൾഡ് കപ്പ് നേടിത്തന്നത് ധോണിയാണ്. ഒരു രാജ്യത്തിൻ്റെ അഭിമാനമാണ് വേൾഡ് കപ്പ്. 2007 ശേഷം ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് ലഭിച്ചിട്ടില്ല. അവസാനമായി ODI വേൾഡ് കപ്പാണ് ധോണി ഇന്ത്യക്ക് നേടിത്തന്നത്. വർഷങ്ങൾക്കിപ്പുറം രോഹിത് ശർമ്മ അത് വീണ്ടും നേടിത്തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധോണി വളരെ ഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ ധോണി രോഹിത് ശർമ്മയെ വീഡിയോ കോൾ ചെയ്തു. ഈ ഒരു സംഭവമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ രോഹിത് ശർമ്മയെ ധോണി കോൾ ചെയ്തു. ധോണിക്ക് ഒരുപാട് സന്തോഷമായി. ധോണി ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഇന്ത്യൻ ടീം നേരത്തെ തന്നെ നേടണമായിരുന്നു. എൻ്റെ കാലത്തിന് ശേഷം ഒരു വേൾഡ് കപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാനത് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. രോഹിത് ശർമ്മ എന്നേക്കാൾ മികച്ചൊരു ക്യാപ്റ്റനാണ്. അത് അവൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഇന്ത്യൻ ടീം ഒരുപാട് വേൾഡ് കപ്പുകൾ നേടും എന്നാണ് എനിക്ക് തോന്നുന്നത്. രോഹിത് ശർമ്മയ്ക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് MS ധോണി വ്യക്തമാക്കി. ഈ ഒരു വേൾഡ് കപ്പ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് MS ധോണി വ്യക്തമാക്കി. ജൂലൈ 7 MS ധോണിയുടെ ബർത്ത്ഡേ. അതിന് തൊട്ടു മുന്നെയാണ് ഇന്ത്യ വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ധോണി അങ്ങനെ പറഞ്ഞത്. ഇതിന് തക്കതായ മറുപടിയാണ് രോഹിത് ശർമ്മ കൊടുത്തത്. രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ധോണി തന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് എനിക്ക് കപ്പ് നേടാനും സാധിച്ചത്. ധോണി ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നോക്കി പഠിക്കാറ്. അതേ പാതയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് എനിക്ക് വേൾഡ് കപ്പ് ലഭിച്ചത്, അല്ലാതെ എൻ്റെ കഴിവല്ല. ഈ ഒരു വിജയം ഞാൻ ധോണിക്ക് സമർപ്പിക്കുന്നുവെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യൻ ടീം കൂട്ടായി നേടിയ വിജയമാണ് ഈ വേൾഡ് കപ്പ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.